ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളിൽ നിരവധി ചർച്ചകൾ നടക്കുന്ന കാലഘട്ടമാണിത്. ഒപ്പം മാധ്യമങ്ങളെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്ന കാലഘട്ടം. മാധ്യമ നൈതികത എന്നുണ്ടോ? ഫോർത്ത് എസ്റ്റേറ്റ് ആവാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ജനങ്ങളെയും ഭരണകൂടത്തെയും സ്വാധീനിക്കാൻ അവയ്ക്കാകുന്നുണ്ടോ? തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഒഴുക്കിനെതിരെ നീന്താനല്ല, ഒഴുക്കിനനുകൂലമായി നീന്താനാണ് മാധ്യമങ്ങൾ മിക്കവാറും ശ്രമിക്കുന്നതെന്നും മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഏറെക്കുറെ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടുവെന്നും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ സമാന്തര മാധ്യമങ്ങളിലാണെന്നും പറയുന്നു. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചതിന് ഇപ്പോൾ പുറത്തിരിക്കുന്ന കൽക്കട്ടയിൽ ടെലിഗ്രാഫ് പത്രത്തിൽ ഏറെക്കാലം സേവനമനുഷ്ഠിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആർ രാജഗോപാൽ. ഏവർക്കും സ്വാഗതം. പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന പലരും ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പം മാധ്യമങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു റോളില്ല എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാകുക. കാര്യം വല്ലപ്പോഴും ഇങ്ങനെ ഒരു ടോക്കണിസമായിട്ട് ഗസയിലൊരു ചിത്രം ഇടുക അല്ലെങ്കിൽ കണ്ണീരൊഴുക്കുക എന്നുള്ള അതൊരു ചടങ്ങായിട്ട് മാറിക്കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 മാസമായിട്ട്, പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ 2 അല്ല 3 മാസമായിട്ട്, ഏപ്രിൽ അവസാനം തൊട്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഗുജറാത്ത്, പിന്നെ ഗുർഗാവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുസ്ലിങ്ങളായ അതിഥി തൊഴിലാളികളെ ശരിക്കും പറഞ്ഞാൽ വളഞ്ഞിട്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, നമുക്കൊരിക്കലും വിശ്വസിക്കാൻ തോന്നാത്ത, എനിക്കിപ്പോഴും അറിയില്ല അത് വിശ്വസിക്കാൻ പറ്റുമോ. കാര്യം നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്ങനെയാണിത് ഈ പിടിക്കൽ. അപ്പം വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അമേരിക്കൻ പത്രമായതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങളെ സംശയത്തോടുകൂടി നോക്കുന്നത്. പക്ഷേ വാഷിങ്ടൺ പോസ്റ്റും തീർച്ചയായിട്ടും നമ്മൾ സംശയമായിട്ടാണ് നോക്കണം. കാര്യം ബേസോസ് എന്ന് പറഞ്ഞ ട്രംപിൻ്റെ ഒരു അടുത്ത അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരാളിൻ്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ. പക്ഷേ ഇന്ത്യൻ ഭരണകൂടം വാഷിങ്ടൺ പോസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ അവരെ പ്രകീർത്തിക്കുമ്പോൾ അത് ഇവിടെ ആഘോഷിക്കുകയും അവരെന്തെങ്കിലും അവരൊക്കെ വിമർശിക്കുമ്പോൾ അത് ഒന്നുകിൽ കണ്ടില്ല എന്നടിക്കുക, അല്ലെങ്കിൽ ഈ അവരുടെ ഈ റൈറ്റ് വിങ് ട്രോളുകളെ കൊണ്ട് ആക്രമിക്കുക എന്നുള്ളത്. എന്നാലും ഈ വാഷിങ്ടൺ പോസ്റ്റിലും ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ പരസ്യങ്ങൾ കൊടുക്കുക, അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണിത്. അപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് ജൂലൈ 11-ാം തീയതി, അത് ഈ മാസം 3 ആഴ്ച ആയിട്ടില്ല, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അതിനകത്ത്. അതായത് അവർ പേര് വെച്ച് പറയുന്നുണ്ട്. ഗുജറാത്തിൽ നിന്ന് 3 പേരുടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിൽ 2 പേരെ കിടക്കയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ശേഷം അവരുടെ രേഖകളെല്ലാം കൈപ്പറ്റിയ ശേഷം ഒരാളെ ഒരു വിമാനത്തിൽ കയറ്റി അത് ബംഗ്ലാദേശ് അതിർത്തിയിൽ, അദ്ദേഹത്തിന് ആ സമയത്ത് അറിയില്ല, മറ്റൊരാളെ ബോട്ടിൽ കയറ്റി ഏതോ ഒരു സ്ഥലത്ത് ചെന്നിട്ടിട്ട് കണ്ണും കൈയും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ട് ഒരു ലൈഫ് ജാക്കറ്റ് കൊടുത്തിട്ട് ഒരാളോട് പറയുകയാണ്, നിങ്ങൾ കടലിൽ ചാടൂ എന്ന് പറയാം. അപ്പോൾ ചാടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് നീന്തണം, തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വെടിവെക്കും എന്ന്. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായ ഒരു പത്രം എഴുതുകയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്, ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വെടിവെക്കും എന്ന് പറഞ്ഞ്. രണ്ടുപേരും പ്രത്യേക വിഭിന്നമായ സമയങ്ങളിലാണ്. 2 പേരും പറയുന്നത് അവർ ഏകദേശം 10 മിനിറ്റ് നീന്തേണ്ടി വന്നു കരയിലെത്താൻ. എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ബംഗ്ലാദേശാണെന്ന്. എന്നിട്ട് അവരിപ്പോൾ 2 പേരും അവിടെയാണ് ഇപ്പോൾ. എന്നിട്ട് അവർ പറയുന്നത് അവർ ജനിച്ചത് പശ്ചിമ ബംഗാളിലാണ്. അവരുടെ അച്ഛനും അമ്മയും ജനിച്ചത് അവർ അഹമ്മദാബാദിലാണ്. ഇതിലൊരാൾ അഹമ്മദാബാദിലാണ് ജനിച്ചത്. അവരുടെ രേഖകൾ, അപ്പോൾ ഈ പത്രം അമേരിക്കൻ പത്രമാണ്. അവർ ഗുജറാത്തിൽ പോയി, ഗുജറാത്തിലെ ഈ പത്രം ആളെ അയച്ച് രേഖകൾ നോക്കി അവർക്ക് ബോധ്യപ്പെട്ടു. അവർ പറയുന്നത്, ഈ പത്രം പറയുന്നത്, അവരുടെ ഈ പിടിച്ച 2 പേരുടെയും ബംഗ്ലാദേശിൽ നമ്മൾ നീന്തി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ 2 പേരുടെ രേഖകൾ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് സത്യമാണോ അസത്യമായാലും ലോകപ്രസിദ്ധമായ ഒരു പത്രം ഇങ്ങനെ എഴുതുമ്പോൾ ഒന്നുകിൽ അത് നമ്മുടെ ഭരണകൂടം തെറ്റാണെന്ന് പറയണം. ഇതുവരെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. 2, ഒന്നിത് വളരെയധികം നമ്മളെ ഞെട്ടിപ്പോയി. നമ്മൾ ഒരിക്കലും ഈ നാസി ജർമ്മനിയിലും മറ്റു സ്ഥലങ്ങളിലാണ് നമ്മളിങ്ങനെ സംഭവം കേട്ടിട്ടുള്ളത്. ഇത് മാത്രമല്ല, എന്നെ കൂടുതൽ ഇന്ത്യൻ ഗവൺമെൻറ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് അസുഖകരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. പക്ഷെ എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ചത് ഇന്ത്യയിലെ ഒരൊറ്റ മാധ്യമം പോലും, എനിക്കറിയാവുന്ന ഒരു മാധ്യമം പോലും ഇത് ഫോളോ അപ്പ്, ചില മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ടോ കേട്ടോ, ഇല്ലയെന്നല്ല. ഞാൻ പറയുന്നത് നമ്മൾ മുഖ്യധാര എന്ന് അവകാശപ്പെടുന്ന
ആളുകളുടെ നിന്ന് 7-8 രൂപ ഓരോ ദിവസം വാങ്ങിക്കുന്ന പത്രങ്ങൾ ഇത് ഈ വിഷയത്തെ തൊട്ടിട്ടില്ല എന്നുള്ളത് വളരെ അപ്പോൾ എനിക്കറിയില്ല നമ്മൾ ഇങ്ങനൊരു വാർത്ത മറ്റൊരു പത്രം റിപ്പോർട്ട് ചെയ്യുവാൻ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറല്ല. സ്വന്തമായിട്ട് ഒന്നാമത് ഇത് സത്യമാണെങ്കിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് ഏറ്റവും ലജ്ജാകരമായ ഇതാണ്. അതായത് വിദേശത്തൊരു പത്രം വന്നിട്ട് അവർ ബംഗ്ലാദേശിലും ഗുജറാത്തിലും ഒക്കെ ആളെ അയച്ച് അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല? അതത്ര വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല. ഗുജറാത്തിൽ പോവുക എന്നുള്ളത് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോവുക എന്നുള്ളത് ചിലവുള്ള കാര്യമല്ല, അവർ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഇതൊരു വളരെ നമ്മളെ വളരെ എന്താ പറയുക ആശങ്കപ്പെടുത്തേണ്ട ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രണ്ടാമത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായ ശേഷം ഇന്ത്യയിലൊരു വളരെ ഉയർന്നൊരു സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം വിദേശത്ത് പോയിട്ട് വിദേശ മാധ്യമങ്ങളോടാണ് ഇതിനെക്കുറിച്ച്, അതായത് ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ 1-2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യത്ത് പോയി വിദേശ മാധ്യമങ്ങളാണ്. ഇതിൽ പരം ഇന്ത്യൻ മാധ്യമത്തിന് ചെകിട്ടത്തടി എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് ഇങ്ങനെ ഒരു അടി കിട്ടിയിട്ടുള്ളതെന്ന്. എന്നിട്ടും നമ്മൾ ഒരു മർമ്മർന്ന് അതിനെ ഒരു എന്തെങ്കിലും ഒരു മർമ്മരം പോലും അതിനകത്ത് എതിർപ്പായിട്ട് ഉണ്ടാവുകയോ ഇവർക്ക് ലജ്ജിക്കുന്നു എന്ന് പറയാനോ തലതാഴ്ത്തുന്ന ഒരു സംഭവമോ അത് ആ മാധ്യമങ്ങൾക്കും ഉണ്ടായിട്ടില്ല. ഈ മാധ്യമങ്ങളെല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വായനക്കാർക്കും ഇതിനെക്കുറിച്ചൊരു ഔത്സുക്യം ഇല്ല എന്നുള്ള. അപ്പം കാര്യങ്ങളെക്കുറിച്ച് ഈ ക്യൂരിയോസിറ്റി മനുഷ്യനെ എപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, സിവിലൈസേഷനിൽ നിന്ന് ചരിത്രത്തിലൂടെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന, അതായത് ഏറ്റവും ബേസിക് എന്നുള്ള മനുഷ്യൻ, ഞാനീ പറഞ്ഞ വലിയ സൈന്യ കമാൻഡേഴ്സും അല്ലെങ്കിൽ പ്രസിഡൻസ് അങ്ങനെ സാധാരണ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന അവൻ്റെ ഔത്സുക്യം എന്ന് പറഞ്ഞൊരു ഉള്ളിലുള്ളൊരു ഏറ്റവും ബേസിക്കായിട്ടൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. നമുക്ക് അതുപോലും നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു. അതിന് വേറൊരു സംഭവം, ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തിന് വലിയ അങ്ങനെ പ്രത്യേകിച്ച് സഭയ്ക്കകത്ത് ഒരുപാട് അധികാരമുണ്ടെങ്കിലും പുറത്തങ്ങനെ അധികാരമില്ലെങ്കിലും സെറിമോണിയലി കോൺസ്റ്റിറ്റ്യൂഷണലി ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിക്കുന്ന ഒരാൾ എന്തിനാണ് രാജിവെച്ചതെന്ന് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഇന്ന് വ്യക്തതയോടെ പറയാൻ കഴിയുമോ ഞാൻ ചോദിക്കുകയാണ്. അത് പറയേണ്ടവർ പറയുന്നില്ല, ചോദിക്കേണ്ടവർ ചോദിക്കുന്നില്ല, അറിയണം എന്നാർക്കും ആഗ്രഹമില്ലാത്തതുപോലെ. യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മറ്റ് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്, പക്ഷേ യാതൊരു ക്യൂരിയോസിറ്റിയും ഇല്ലാത്ത ഒരു വെജിറ്റബിൾ സൊസൈറ്റി ആയിട്ട്, അതായത് നമ്മൾ പറയില്ലേ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നും. പക്ഷേ ഇത് ഞാൻ എല്ലാവരെയും അടച്ച് പറയുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് ഇതിനെക്കുറിച്ച് പലപ്പോഴും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. ലേഖനങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അങ്ങനെ അധികം ആളൊന്നും എഴുതാറില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞ മുഖ്യധാരമായി ചിലർത്തുണ്ട്, മുഖ്യധാര മാധ്യമങ്ങളില്ല. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് ഇപ്പോഴും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ കാർട്ടൂണിസ്റ്റുകൾ തന്നെയാണ്. 2 ദിവസം മുമ്പ് EP ഉണ്ണിയുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതായത് മുംബൈയിൽ നടന്ന ട്രെയിൻ ആക്രമണത്തിൽ 150 അത് എല്ലാവരെയും വെറുതെ വിട്ടു, അതൊരു വാർത്ത. ഇപ്പുറത്ത് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ഉപരാഷ്ട്രപതി രാജിവെക്കുന്നു. അപ്പോൾ ഈ 2 വാർത്താ ശകലങ്ങളുടെ ഒരു ചെറിയതും താഴെ ആ ഉണ്ണിയുടെ കാർട്ടൂണിലുള്ള ബാലൻ അയാൾ ചോദിക്കുകയാണ്, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കട്ടെ, അത് നമ്മൾ വീണ്ടും ഇതൊക്കെ നിസ്സംഗതയോടെ തന്നെ നമ്മൾ കാണുമോ എന്ന്. വളരെ ദുഃഖം തോന്നുന്ന ഒരു കാർട്ടൂൺ. നമ്മൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും നല്ലൊരു റിഫ്ലക്ഷൻ ആ കാർട്ടൂൺ. പക്ഷേ അതേസമയം നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാർട്ടൂണും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ കാർട്ടൂൺ നടത്തുന്നത്. അതായത് നമ്മൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ പോകുമോ, അതോ നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് ഇതെന്ത് സംഭവിച്ചു നമ്മൾ അന്വേഷിക്കുമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അതൊരു കാർട്ടൂൺ അല്ല, അതൊരു നമ്മുടെ ശരിക്കും ഒരു എഡിറ്റോറിയൽ, ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള എഡിറ്റോറിയൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അത്. അപ്പോൾ പക്ഷേ ഇതിനിടയ്ക്ക് ഉത്തർപ്രദേശിലും മറ്റു സ്ഥലങ്ങളിലും ഒരുപാട് ചെറുപ്പക്കാരും യൂട്യൂബേഴ്സും ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പത്രക്കാർ മാത്രമല്ല, അത് വളരെ നല്ലൊരു പത്രക്കാരും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, ഫോക്ക് സിംഗേഴ്സ്, ഇപ്പം നേഹ രത്തോർ എന്ന് പറയുന്ന അങ്ങനെയുള്ളവരും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭാവിയിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുമെന്ന് കരുതുന്നു ഞാൻ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ മാധ്യമങ്ങളുടെ ശരിക്കുള്ള ക്യാരക്ടർ മനസ്സിലായി. കംപ്ലീറ്റ്ലി നമുക്ക് ഭയമില്ലാത്ത ഒരു സമൂഹത്തിൽ മാധ്യമങ്ങൾ മറ്റ് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരുടെ ജോലിയാണത്, അവർ ജോലി ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഒരു ക്രൈസിസ്,
പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് ഭയക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഓഫ് ക്യാരക്ടർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ആ യാർഡ് സ്റ്റിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2014 ശേഷമുള്ള ഇന്ത്യൻ ഞാനീ ഉദ്ദേശിക്കുന്ന മുഖ്യധാര, കാരണം ഞാൻ അതിൽ ജോലി ചെയ്തുകൊണ്ട് ഞാനല്ലാതെ നവമാധ്യമങ്ങളെക്കുറിച്ചല്ല, അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യധാര മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ ശേഷം ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് ഓഫ് ജേർണലിസം എന്ന് പറയുന്നത് 78 മുതൽ ഏകദേശം 92 വരെയാണ്. അപ്പോൾ അത് നമ്മളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു യാദൃച്ഛികമാണെന്ന് എനിക്ക് തോന്നുന്നു. 78-ലാണ് അടിയന്തരാവസ്ഥ അവസാനിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ പത്രപ്രവർത്തനത്തിലേക്ക് വന്നു, പുതിയ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി, പുതിയ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി, ഡിസൈൻ മാറി, ആ സമയത്തിന് ടെക്നോളജി ഇതെല്ലാം കൂടെ കോയിൻസിഡൻസ് മാറി. ഒരു 90-92 വരെ ഏറ്റവും നല്ല രീതിയിൽ പത്രപ്രവർത്തനം നടന്നു. അതിൻ്റെ അവിടെ ഒരു കോയിൻസിഡൻസും ഈ സമയത്ത് തന്നെയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം കമ്പാരിറ്റീവ്ലി ഒരു ജനാധിപത്യത്തിൻ്റെ സുവർണ്ണകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അടിയന്തരാവസ്ഥയോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 78 തൊട്ട് ഏകദേശം 90 വരെ ഇന്ത്യയിൽ പൊതുവെ ജനാധിപത്യം അതിന് വളരെ പുഷ്ടിക്കപ്പെട്ട ഒരു സമയമാണ്. അപ്പം ഞാൻ പറയുന്നത്, ഞാനല്ല മറ്റു പല പത്രക്കാരും കെ ജെ ജേക്കബ് അങ്ങനെയുള്ളവർ പറയുന്നത് അത് എനിക്ക് സത്യമാണ്. അതായത് മാധ്യമങ്ങളല്ല ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്നത്, ശക്തിയുള്ള ജനാധിപത്യമാണ് മാധ്യമങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഫോർത്ത് എസ്റ്റേറ്റ്, ഫോർത്ത് പില്ലർ എന്നൊക്കെ ഉള്ള വിശേഷം എനിക്ക് തോന്നുന്നത് അത് മിസ്പ്ലേസ്ഡ് ആണ്. ഒരിക്കലും അങ്ങനെ എപ്പോഴൊക്കെ ജനാധിപത്യം ശക്തിപ്പെടുന്നോ മാധ്യമങ്ങളെ ശക്തിപ്പെടുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരു ജനാധിപത്യം വീക്കനായ സമയത്തൊന്നും മാധ്യമങ്ങൾ അതിനെ ശക്തിപ്പെടുത്താൻ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ. കാര്യം മാധ്യമങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ജനാധിപത്യത്തിന് വേണ്ടി പോരാടാനും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കാനും. സക്സസ്ഫുൾ ആവുന്നത് എനിക്കറിയില്ല, അത് ശ്രമിച്ചിട്ട് പോലും ഇല്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ നമുക്കിവരെ ഫോർത്ത് എസ്റ്റേറ്റ്, ഫോർത്ത് പില്ലർ, എനിക്ക് തോന്നുന്നത് അതൊരു മിസ്നോമറാണ്. അത് ചിലപ്പം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലോ രണ്ടാമത്തെ പകുതിയുടെ കുറച്ച് ഭാഗത്തോ വന്നു കാണാം. അതിനുശേഷം അങ്ങനെ തെളിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാത്തത് ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു അവജ്ഞയാണ് അത് മാധ്യമങ്ങളോട്. അപ്പം അത് മാധ്യമങ്ങൾ അങ്ങനെ സംസാരിക്കാതിരുന്നാൽ നിങ്ങളെക്കൊണ്ട് നമ്മൾ സംസാരിക്കുമെന്ന രീതിയിൽ അവർ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സംസാരിക്കണം. അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 2024 ഇലക്ഷൻ തൊട്ട് മുമ്പ് ഈ 400 സീറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യത്തെ 2 ഫേസ് ഇലക്ഷന് ശേഷം ഏകദേശം 108 ഇൻ്റർവ്യൂ ആണ്. മാധ്യമങ്ങളെ കാണാത്ത പ്രധാനമന്ത്രി 108 98 ഇൻ്റർവ്യൂസാണ് അദ്ദേഹം കൊടുത്തത്. അപ്പം അദ്ദേഹത്തിന് മാധ്യമങ്ങളെ ആവശ്യമുണ്ട്. അത് മാധ്യമപ്രവർത്തനം. പക്ഷേ അത് പ്രശ്നം മാധ്യമങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ മാധ്യമങ്ങൾ എന്ന രീതിയിൽ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ്. വല്ലാത്തൊരു വിധേയത്വവും വല്ലാത്തൊരു താരാരാധനയും അത് മാധ്യമങ്ങളുടെ പ്രവൃത്തിയല്ല ചെയ്തത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അക്കാര്യത്തിൽ ന്യായീകരിക്കുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ മാധ്യമങ്ങളല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം കണ്ടത് കുറേ ഉപജാപകരും അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ ഉടനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കുന്ന ഒരു കൂട്ടം. ആ കൂട്ടത്തിനെ അദ്ദേഹം അവർ അർഹിക്കുന്ന അവജ്ഞയോടെ നോക്കിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും പറ്റിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒരു 6 7 അല്ലെങ്കിൽ 8 പേര്, 8 വ്യവസായികളോ അല്ലെങ്കിൽ ലെഗസി സ്ഥാപനം. അപ്പോൾ ഗവൺമെൻറ് വളരെ എളുപ്പമാണ്. അവർ 8 ഫോൺ കോൾ മതി ഒരു വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള 8 ഫോൺ കോൾ കൊണ്ട് സാധിക്കും. അതേസമയം 1 ലക്ഷമോ 2 ലക്ഷമോ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ആരെയെന്ന് പറഞ്ഞ് വിളിക്കുവർ. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടിക്കലി തന്നെ എത്രയും കൂടുതൽ തന്നെയാണ് നല്ല. അതിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് കുറ്റം കണ്ടുപിടിക്കാൻ പറയാം. അവർ വേണ്ട വിധം വെരിഫൈ ചെയ്യുന്നില്ല. അതെല്ലാം ഈ നമ്മൾ ബേബി സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇൻഫൻസിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഓവറോൾ ഞാൻ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ 2024 ഇലക്ഷനിൽ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, പലരും ചിലർക്ക് ഇപ്പോൾ അവകാശപ്പെടും ഞങ്ങൾക്കറിയായിരുന്നു നേരത്തെ സംഭവിക്കുന്നത്. പക്ഷേ ഉത്തർപ്രദേശിലെ റിസൾട്ട് തന്നെയാണ് ഏറ്റവും വലിയ
പക്ഷേ അവിടെ യൂട്യൂബേഴ്സ് വളരെ പ്രധാനപ്പെട്ട അവർ വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എനിക്കറിയില്ല. പക്ഷേ അവർ ജേർണലിസം ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ മുമ്പും ചെയ്തു, ഇലക്ഷൻ ശേഷവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിന് നമുക്ക് പക്ഷേ അതിന് ആ യൂട്യൂബേഴ്സ് ചെയ്യുന്ന രീതിയിൽ കേരളത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് എൻ്റെ അറിവിലില്ല എന്ന് പറയേണ്ടി വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള മീഡിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബെനറ്റ് കോൾമാൻ ഒരു ഹൗസ്. അവർക്ക് ടെലിവിഷൻ ഇതുണ്ട്, ന്യൂസ് പേപ്പർ ഇതുണ്ട്. രണ്ടാമത് ഉള്ളത് ഇന്ത്യൻ എക്സ്പ്രസ്. ഞാൻ അവരുടെ ഇൻഫ്ലുവൻസ് സർക്കുലേഷൻ വഴിയല്ല പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ആനന്ദ ബസാർ പത്രിക ഗ്രൂപ്പ്, മലയാള മനോരമ, മാതൃഭൂമി, ദൈനിക് ജാഗരൻ, ഇങ്ങനെ 6-7 ഉണ്ട്. അവർ നമ്മൾ പറയുന്ന പത്രം പ്രിൻറ്റും പ്ലസ് TV. അപ്പോൾ ഇങ്ങനെയുള്ള ഹിന്ദു ഗ്രൂപ്പ്, ഇങ്ങനെ കുറേ പേര്. അപ്പോൾ വളരെ നമുക്ക് 10 ചില 8 അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയം ടെലിവിഷൻ ചാനലിലാണെങ്കിലും നമുക്ക് അംബാനിയും അദാനിയും മാത്രം മതി. മിക്കവാറും 80% ടെലിവിഷൻ ചാനൽസ് അതിനകത്ത് വന്നു കഴിഞ്ഞു. അതേസമയം ഇവരുടെ എല്ലാം ഇതിലേതെങ്കിലും ഒരു ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇതിനകത്തുള്ള ഏറ്റവും റീച്ചുള്ള, ഇംഗ്ലീഷ്, ഞാൻ ഹിന്ദിയിലല്ല പറഞ്ഞത്, ഇംഗ്ലീഷിനകത്ത് ഏറ്റവും റീച്ചുള്ള ഗ്രൂപ്പ് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റോറി വായിക്കുന്നതിൽ എത്രയോ അധികം പേര് രവീഷ് കുമാറിനെ കാണുന്നു, എത്രയോ അധികം പേര് ഒരു നവീൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 19 കാണുന്നു, അല്ലെങ്കിൽ പുണ്യപ്രസൂഡ് അവരെ കാണുന്നു. അപ്പം അത് ഇവരെല്ലാം യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിയമപരമായിട്ട് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റ് ബില്ല് കൊണ്ടുവന്നു, അതിപ്പം പിൻവലിച്ചിട്ട് അതിനെ കൂടുതൽ ടൈറ്റാൻ, അതിൻ്റെ കുറ്റങ്ങൾ എന്ന് പറയുന്നത് നിർത്താൻ, ലൂപ്പ് ഹോൾസ് നിർത്താൻ ശ്രമിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെയുള്ള പല യൂട്യൂബേഴ്സിനും ഒരു വലിയൊരു അവർ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്, അവർക്ക് വേറെ ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് വേറെ വ്യവസായമില്ല, മറ്റു കാര്യങ്ങളില്ല. അതേസമയം ഞാൻ ഈ പറഞ്ഞ പല ഗ്രൂപ്പുകൾക്കും വേറെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അപ്പം പത്രം അവർക്കതിരെ ഗവൺമെൻറ് വിമർശിക്കുകയാണെങ്കിൽ പത്രത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ വ്യവസായ ഇൻഡസ്ട്രികളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ പത്രങ്ങൾ ആ വഴി അവരുടെ വഴി തെളിച്ച വഴിയേ പോകുന്നുള്ള ഇതുണ്ട്. പക്ഷേ മറ്റേ ഞാനീ പറഞ്ഞ ഈ യൂട്യൂബേഴ്സും അങ്ങനെയുള്ളവരും അവർക്ക് വേറെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ട്. അതൊരു പുതിയ സംഭവമല്ല. പക്ഷെ പുതുതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിലും അമേരിക്കയിലും നമുക്ക് പറയാം. പുതുതായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് അതിന് നമുക്കൊരു 1990s എടുക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാബറിയാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. ബാബറി തടുക്കുന്നതെന്നാണ് നമുക്കൊരു ഒരു റെഫറൻസ് പോയിന്റായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലം. അതിന് മുമ്പുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാധ്യമങ്ങളെ ഒരുപാട് രീതിയിൽ കുറ്റം പറയാം. കുത്തകയാണ്, മറ്റതാണ്, മറിച്ചതാണ്. അത് പക്ഷേ അവരുടെ സ്റ്റേറ്റഡ് പോളിസി ആയിരുന്നു. ഒരു ടെലിഗ്രാഫോ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്സോ കമ്മ്യൂണിസം പറയണമെന്ന് നമുക്ക് പറയാൻ പറ്റും. അവർ ഫാമിലി ഓൺ ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ തന്നെ സ്വയം മൗഢ്യമാവുകയാണ്. അവർ ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ പാവങ്ങളുടെ അവരുടെ ജോലി, അവരുടെ സ്റ്റേറ്റഡ് പോളിസി പാവങ്ങളുടെ ഇത് പറയുക എന്നുള്ളതല്ല. അവരുടെ പോളിസി ബിസിനസ് സമൂഹത്തെ സമൂഹിക്കുന്നത്, അവരത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ആരോപിക്കുകയുള്ളൂ, അവരെല്ലാം സെക്യുലറായിരുന്നു. അതൊരു വലിയ ഡിഫറൻസാണ്. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എടുക്കാം. ഇന്ത്യയിലെ ഒരു സെക്യുലർ എസ്റ്റാബ്ലിഷ്മെൻ്റ് വളരെ ഒരു പവർഫുൾ ഫോഴ്സ് ആയിരുന്നു. ഒരു ഫോഴ്സ് ഓഫ് എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സ് ആയിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ. ബെനറ്റ് കോൾമാൻ സെക്യുലറിസത്തിനെ കുറിച്ച് 1992 വരെ. 1992 പോലും ബാബരി നടക്കുന്ന സംഭവത്തെ പോലും വളരെ ശക്തമായ നിലപാടെടുത്ത പത്രങ്ങളാണ്. പക്ഷേ ഗ്രാജുവലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം അതിൽ നിന്ന് മാറിയിട്ട് മതപരമായ രീതിയിൽ മെജോറിറ്റേറിയനിസത്തിനോട് അടുക്കുക. ഇതാണ് ഇന്ത്യയിൽ പറ്റിയ ഏറ്റവും വലിയ ടെലിവിഷൻ ചാനൽ. അപ്പോൾ ടെലിവിഷൻ ചാനൽ അന്നില്ല ഞാൻ പറഞ്ഞ സമയത്ത്. പിന്നീട് ഇവരെല്ലാം ഇതേ ഹൗസസ് തന്നെ, ഇപ്പോൾ ഉദാഹരണം ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് നൗ എന്ന് പറഞ്ഞ് ടെലിവിഷൻ ചാനൽ തുടങ്ങി. എന്തുമാത്രം പ്രതിലോമകരമായ അർണബ് ഗോസ്വാമി ലോഞ്ച് ചെയ്തവരാണ്. ഇപ്പോൾ ടെലിഗ്രാഫ് പത്രം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ടെലിഗ്രാഫിൻ്റെ അതേ ഉടമസ്ഥതയിലുള്ള ഒരു ടെലിവിഷൻ ചാനലാണ് ABP ന്യൂസ് എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനൽ. അത് ഈ മറ്റേത് മെജോറിറ്റിനെസ്സിനെയും ഇപ്പോൾ ഒരു പറഞ്ഞ കുറച്ച് ഒന്ന് മിതത്വം പാലിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് അങ്ങനെ വളരെയധികം മറ്റേത് ഈ നമ്മൾ പറയുന്ന റൈറ്റ് വിങ് ചാനലിനെ പോലെ മതവിദ്വേഷം പരത്തുന്ന ചാനലായിരുന്നു ആ ചാനലും. അപ്പോൾ ഇതെല്ലാം ഒരേ ഹൗസുകൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും പ്രകടമായ വ്യത്യാസം വന്നത് ഈ മതേതരത്വത്തിൽ നിന്ന് മാറി. അപ്പം അതിന് പ്രധാന കാരണം നരേന്ദ്രമോദിയെക്കാളും നമ്മൾ അദ്വാനിയാണ് ശരി കുറ്റം പറയുന്നത്. കാരണം അദ്വാനിയാണ് ഈ സൂഡോ സെക്കുലർ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ട്
മതേതരത്വം എന്നൊക്കെ പറയുന്ന ഒരു കപട ഇതാണ്. മതേതരത്വം അല്ല എന്ന് പറയുന്നതിൽ എന്തോ ലെജിറ്റിമസി കൊണ്ടുവന്ന അദ്ദേഹമാണ്. അത് പിന്നെ നരേന്ദ്രമോദിയും മറ്റുള്ളവരും ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഈ മാധ്യമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും മതവൽക്കരിക്കപ്പെട്ടു. പിന്നെ കമ്മ്യൂണലിസം, അത് ഏത് തരത്തിലുള്ള കമ്മ്യൂണലിസം ആയാലും, ചിലത് ന്യൂനപക്ഷ കമ്മ്യൂണലിസം, ചിലർ മെജോറിറ്റി. പക്ഷേ ഏറ്റവും അപകടം തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഇത് സമീകരിക്കുന്നതും ശരിയല്ല. അത് ഇപ്പോൾ ഇടതുപക്ഷം ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ ഫണ്ടമെൻ്റലിസമായാലും ഭൂരിപക്ഷ രണ്ടും ഒരുപോലെ എതിർക്കപ്പെടുന്നത് ശരിയാണ്. പക്ഷേ രണ്ടിനും ഒന്നിനെ കാണുന്നത് ശരിയല്ല. കാര്യം ഏറ്റവും കൂടുതൽ അപകടം ചെയ്യാൻ കഴിയുന്ന, അതിനുള്ള കെൽപ്പുള്ളത് ഭൂരിപക്ഷ ഇത് തന്നെ ഫണ്ടമെൻ്റലിസം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് കൂടുതൽ ശക്തമായിട്ട് എതിർക്കേണ്ടത്. അല്ല ഇത് രണ്ടും ഒരുപോലെ എതിർക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഇതിനകത്തൊരു വലിയ കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. പല സമയങ്ങളിൽ പലത് പറയുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലരോട് കൂട്ടുകൂടുക, പിന്നെ അവരെ തഴഞ്ഞിട്ട് അത് പറയുക, അങ്ങനെയുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾക്ക് നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ശരിക്കും നടക്കുന്നതിൻ്റെ ഈ നമ്മുടെ മൊത്തം ഘടനയുടെ തന്നെ, ഇന്ത്യയുടെ ഘടനയിൽ തന്നെ അതാണ് ആ ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് ഏറ്റവും പറ്റിയ പരാജയം നമ്മളൊരു സോഷ്യൽ ഡെമോക്രസി ആയിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനോടും ഇടതുപക്ഷത്തോടും മറ്റും നമുക്ക് ചോദിക്കേണ്ട, ഒരു സോഷ്യൽ ഡെമോക്രസി ആകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒബ്വിയസ്ലി ഇറ്റ് വാസ് ഇൻആഡിക്വേറ്റ്. നീതിപൂർവ്വമായൊരു സൊസൈറ്റി വേണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ ജനങ്ങളെയാണ് അങ്ങനെ ആക്കേണ്ടത്. കാര്യം ഞാൻ ഈ വേടൻ്റെ കാര്യത്തിൽ ഞാൻ എവിടെയാണ് തെളിവ്? ഈ വേടൻ്റെ ഈ മാധ്യമ ഇത് വേടനെ കുറിച്ചുള്ള ഇൻഫ്ലുവൻസ് ഞാൻ തിരിച്ചാണ് പറയുന്നത്. മാധ്യമങ്ങൾ കഴിയുന്നത് ശ്രമിച്ചിട്ടും വേടനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. വേടൻ്റെ കൂടെയുള്ള വേടൻ്റെ സപ്പോർട്ടേഴ്സ് അതുപോലെ അതിനെക്കാട്ട് കൂടുതൽ തടിച്ചു. നമുക്ക് എവിടെയെങ്കിലും തെളിവുണ്ടോ? നമ്മൾ വി ആർ ജമ്പിങ് ടു കൺക്ലൂഷൻസ്. ഏതാണിത്? ഇപ്പോൾ ഏഷ്യാനെറ്റ് പറഞ്ഞു എന്തോ കഞ്ചാവ് തൊന്നിയിട്ട് കൂടുമ്പോൾ പിന്നീട് അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അത് എന്തുകൊണ്ട് അങ്ങനെ പറ്റിയത്? അപ്പോൾ എവിടെയാണ് നമ്മൾ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഏഷ്യാനെറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? തിരിച്ചല്ലേ സംഭവിച്ചത്? ജനക്കൂട്ടത്തിൻ്റെ റിയാക്ഷനാണ് ഏഷ്യാനെറ്റ് മാറ്റേണ്ടി വന്നത്. പിന്നെ അത് പറയാറില്ലല്ലോ ഇപ്പോൾ അങ്ങനെ കാര്യം. അപ്പോൾ എനിക്കിതിനകത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾക്ക് നമ്മൾ കൂടുതൽ ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നു എനിക്ക് തോന്നുന്നുള്ളൂ. മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് അത്ര തീർച്ചയില്ല. അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ താങ്കളെ പറഞ്ഞ് സത്യമായിരിക്കും, പക്ഷേ അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ടുള്ള പഠനങ്ങൾ, എനിക്ക് എംപിറിക്കൽ ഡാറ്റ വേണം, അല്ലാതെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അതിന് പ്രധാന കാരണം ഏറ്റവും നല്ല ഇത് എങ്ങനെയാണ് നമ്മളിവിടെ പറഞ്ഞത്, നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ എന്തോ ഇത് ഇതില്ലേ, നരേന്ദ്രമോദി എവിടെ പോയി എന്തോ ഒരു വാക്കുണ്ട്, സംസ്കൃത വാക്ക് എനിക്കറിയില്ല, അദ്ദേഹം ചെയ്ത കാര്യം കഴിഞ്ഞ ജനുവരി 22-ാം തീയതി പ്രാണപ്രതിഷ്ഠയോ എന്തോ ചെയ്തോടെ കേരളത്തിൽ പല, എനിക്കൊരു മാതൃഭൂമി ചാനലാണെന്ന് തോന്നുന്നു, ഏറ്റവും പരിഹാസമായ രീതിയിൽ അതിനെ കവർ ചെയ്തത്. അത് അവർ വളരെ സീരിയസ് ആയിട്ട് സിനിമ പാട്ടും ഒക്കെ ഇട്ട് അല്ലേ, നമ്മുടെ പത്രങ്ങളോ മനോരമ പത്രങ്ങളോ അല്ലോ, എനിക്ക് തോന്നുന്നു രാമമന്ത്രം ഉയർന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ കവറേജ് ആയിരുന്നു. അതുപോലെ അവിടെ പോകാത്തവനെയൊക്കെ അവിടെ വിളിച്ചിട്ട് പോകാത്തവരെല്ലാം നോക്കി വെക്കണം എന്നുള്ള ചില ഇവിടുത്തെ. കേരളത്തിൽ ഇത്രയും വലിയ പ്രചരണം നടന്നു, എന്നിട്ട് അയോധ്യ ഇലക്ഷൻ എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ മാധ്യമങ്ങൾ സ്വയം അവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെക്കാട്ട് കൂടുതൽ ചെയ്യുന്നതാണല്ലോ, എന്നിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം നമ്മൾ മാധ്യമങ്ങളിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇപ്പോഴും മാത്രമല്ല, പണ്ട് മാധ്യമങ്ങൾ എനിക്ക് കൂടുതൽ അങ്ങനെ ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടേനെ. മാധ്യമങ്ങൾ എപ്പോഴും ഒഴുക്കിന് കൂടെ നീന്തുന്നവരാണ്, ഒഴുക്കിനെതിരെയാണ് നീണ്ടത്, ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതും വേടൻ്റെ അത് ആംഗിൾ തിരിഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ കൂടെ പോയി എന്നുള്ളതുള്ളൂ. അല്ലാതെ വേടനോടുള്ള എന്തെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ടോ, തീർച്ചയായിട്ടും വേടനെ അടിച്ചമർത്താനുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് അവർ ആദ്യം അത് ചെയ്തത്. പക്ഷേ അത് ഫലിക്കുന്നില്ല എന്നുണ്ടപ്പോൾ പതുക്കെ ഇത് തന്നെയാണ് എപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാധ്യമ രംഗത്ത് ഇപ്പോൾ ഈ ലെഗസി മീഡിയയിൽ ഞാൻ ഉദ്ദേശിച്ച ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ദളിത്, മുസ്ലിം, പിന്നെ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഏറ്റവും ഇല്ലയെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാം. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്ത് തന്നെ 1% 2% ഈ മാത്രമേ കാണുള്ളൂ. അത് മാത്രമല്ല ഇതിന് പറ്റുന്ന പ്രശ്നം, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു
വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു അവർക്ക് മാത്രമേ അവർക്ക് മനസ്സിലാകുമ്പോൾ അവരെന്താണ് പ്രശ്നങ്ങൾ നേരിടുന്നത് ഒരിക്കലും നമുക്ക് വായിച്ചറിവുള്ള ഒരു സവർണ റിപ്പോർട്ട് ചിലർക്ക് അതിലോട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവർ മനസ്സിലായി. പക്ഷെ അങ്ങനെയുള്ളവരില്ല ഇപ്പോൾ. എല്ലാവരും ഇങ്ങനെ ഒരു തൊലിപ്പുറത്ത് പോകുന്ന പോലെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വായിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എന്താണ് സംഭവിക്കുന്നത് എന്താണെന്നുള്ള അവർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇവരുടെ വിഷയങ്ങളോ ഇവരുടെ കാര്യങ്ങളോ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് കാര്യം ആരോട് സംസാരിക്കണം. അതുകൊണ്ട് വേറൊരു വലിയൊരു അപകടം ഇപ്പം പല പക്ഷങ്ങളുടെയും പ്രതിനിധികളായിട്ട് ചിലർ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് മിക്കവാറും ചില വളരെ എന്താ പറയണ്ട വളരെ പ്രതിലോമകരമായി അല്ലെങ്കിൽ വളരെ വൈകാരികമായ കാര്യങ്ങൾ കുറച്ചൊക്കെ വളച്ചൊടിച്ച് സംസാരിക്കാൻ കഴിവുള്ളത് അങ്ങനെയുള്ള ചില അധ്യക്ഷരുടെ അവരാണ് ഈ മതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ധാരണ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സവർണ ജേർണലിസ്റ്റുകൾക്ക് ആരോട് സംസാരിക്കണമെന്നില്ല അറിയില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരെന്നും കാണുന്ന ഒരു മുഖം ഇതാണ്. ഇത് ഒരു ടെലിവിഷൻ ചാനലിലോ ഏതെങ്കിലും വന്ന് വളരെ വികൃതമായ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവരുടെ അടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അഭിപ്രായമാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അഭിപ്രായമായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അത് കൂടുതൽ ആ മതസമൂഹത്തെയും മറ്റുള്ളവരെ അത് വീണ്ടും മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തുകയും കൂടുതൽ വൈകൃതമാക്കുകയും കൂടുതൽ അവരെക്കുറിച്ച് ഫോബിയ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. കാര്യം ആരോട് സംസാരിക്കണമെന്ന് പോലും അറിവുള്ളവരല്ല ഇപ്പം നമ്മുടെ ന്യൂസ് റൂമുകളിലുള്ളത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഞാൻ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഏറ്റവും വലിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് ഇതിനകത്ത് റിസർവേഷൻ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ട് അതെല്ലാം പറ്റില്ല. അപ്പോൾ 75 വർഷം അവർ സ്വയം നമ്മൾ വോളണ്ടറി ഇതിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല. അപ്പോൾ അന്ന് പ്രൈവറ്റ് സെക്ടറിൽ റിസർവേഷൻ കൊണ്ടുവരേണ്ടത് തന്നെയായിരുന്നു. അതില്ല, നടക്കില്ല ഈ കാര്യം. ഞാൻ 1990 തൊട്ടൊരു പത്രപ്രവർത്തകനാണ്. പക്ഷേ താങ്കൾ ഉൾപ്പെടെ ഉള്ളവർക്ക് 2016 വരെ ഞാനെന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു തന്നെ ആർക്കും അറിയില്ല. കാര്യം ഒരു പത്രക്കാരൻ ഒരിക്കലും വാർത്തയാവാൻ പാടില്ല. ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വൺ ഓഫ് ദ പ്രിൻസിപ്പിൾസ് അതാണ്. അതായത് റിപ്പോർട്ടർ ഷുഡ് അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ഷുഡ് നോ ബിക്കം ന്യൂസ്. ജേർണലിസ്റ്റിൻ്റെ ജോലി ന്യൂസ് കവർ ചെയ്യുക എന്നുള്ളതാണ്, വാർത്തയാവുക എന്നുള്ളതല്ല. അത് ഞാൻ അതിവിനയം കൊണ്ടോ അല്ലെങ്കിൽ അതിനായിട്ട് പറയുന്നതല്ല. 2014 ശേഷം അല്ലെങ്കിൽ 2016 പൊതുവെ എൻ്റെ പത്രപ്രവർത്തനം പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് പ്രധാന കാരണം മറ്റുള്ളവർ അവർ ചെയ്യുന്ന ജേർണലിസം നിർത്തി എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുള്ളതല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കോമ്പറ്റീഷനായിട്ട് നമ്മൾ മത്സരിച്ചൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ബാക്കിയുള്ളവരെല്ലാം അത് നിർത്തി വേറൊന്നിൽ പോകുമ്പം ഇതിനകത്തുള്ള ഒരാളെ ശ്രദ്ധിക്കുന്നുള്ളത് സ്വാഭാവികം. അപ്പം ഞാനൊരു പോരാളിയായിട്ടോ അല്ലെങ്കിൽ പോരാട്ടത്തിന് വേണ്ടി ചെയ്തതല്ല. ഞാൻ ഇന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നെ പഠിപ്പിച്ച ജേർണലിസമാണ് ഞാൻ അവിടെ ചെയ്തത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് പത്രക്കാരുടെ ഇടയിൽ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നത് ഞാൻ വളരെ ഫ്രിവലസ്, എൻ്റെ ജേർണലിസം വളരെ ഫ്രിവലസ് ആണ്, സെൻസേഷണൽ ജേർണലിസമാണ്. ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഏതെങ്കിലും രീതിയിൽ. അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കിപ്പോൾ 56 വയസ്സായി. എനിക്കിനി ഒരു 4 വർഷം കൂടെ ജോലി ചെയ്യാനുള്ള എൻ്റെ ഗ്രൂപ്പിൻ്റെ 60 വയസ്സാണ് റിട്ടയർമെൻറ്റ്. ഞാൻ ജോയിൻ ചെയ്തതനുസരിച്ച് പിന്നീട് പലരും 65 70 വയസ്സിലൊക്കെ ജോലി ചെയ്തവരുണ്ട്. പക്ഷേ എൻ്റെ 56 വയസ്സിൽ ഞാൻ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സക്സസ്ഫുള്ളായി. അത് ശരിയാണോ തെറ്റാണെന്നുള്ളത് ഒരിക്കലും എൻ്റെ വർക്കിനെ കുറിച്ച്. പക്ഷേ എൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ചൊക്കെ സക്സസ്ഫുള്ളായെന്നാണ് എൻ്റെ വിശ്വാസം അതിനകത്ത്. കേരളത്തിലെ മീഡിയ പ്രത്യേകിച്ച് ഞാൻ ടെലിവിഷൻ അങ്ങനെ അധികം കാണാറില്ല. അതുകൊണ്ട് പത്രങ്ങളാണ് ഞാൻ കൂടുതൽ. പിന്നെ യൂട്യൂബ് ഇങ്ങനെ നവമാധ്യമങ്ങൾ കാണാറുണ്ട്. കേരളത്തിലെ പത്രപ്രവർത്തകർ എനിക്കെന്നും അസൂയയോടുകൂടി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ എനിക്കിപ്പോഴും മനോരമയെ കൊടുക്കുന്ന ചില ഹെഡ്ലൈന് അതുപോലെ ഒരു ഹെഡ്ലൈനെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് അങ്ങനെ പറ്റില്ല എന്ന് എനിക്കറിയാം. അത് വളരെ കഴിവുള്ളവരാണ് അവർ. അവിടെ പല കാര്യങ്ങൾ അവരുടെ ചില പേജുകളൊക്കെ സെൻറ്റർ സ്പ്രെഡ് കാണുമ്പം ഞാൻ പോലും അതിശയിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ ചുരുങ്ങിയ സമയത്ത്. പ്രത്യേകിച്ച് വളരെ ബ്യൂസി ആയിട്ടുള്ള ന്യൂസ് ഡേയ്സിൽ
അവർ ചെയ്യുന്ന നേരത്തെ ചെയ്ത് വയ്ക്കുന്നതല്ല, അന്ന് തന്നെ ചെയ്യുന്നതാണ്. അത് ഞാനൊരു പ്രൊഫഷണലിൻ്റെ അസൂയയോടുകൂടിയും ഞാൻ നോക്കിക്കാണാറുണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കഴിവുകൾ മുഴുവൻ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് വളരെ നിരുപദ്രവമായ കാര്യങ്ങൾ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ബഹിരാകാശത്ത് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കപ്പ് ജയിക്കുകയാണെങ്കിലോ, ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ മുഴുവൻ ബാക്കിയുള്ള എല്ലാ പത്രധർമ്മവും ഇതും ഉണർന്നെഴുന്നേൽക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത് ഈ പൂച്ചയെ പോലെ മറ്റേ കാര്യങ്ങളെല്ലാം കടുവയായിട്ടിരിക്കുകയും ഇത് പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുകയും, ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നു എന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തെ അതെങ്ങനെയാണെങ്കിൽ തെറ്റാണെന്ന് പറയട്ടെ, ഞാനത് വാഷിങ്ടൺ പോസ്റ്റ് ചെയ്തത് ശരിയാണെന്ന് വെച്ചാൽ അവരിങ്ങനെ ഒരു റിപ്പോർട്ട് വളരെ നമുക്ക് വായിച്ചാൽ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന രീതിയിലാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അവർ നുണപ്രചരണം അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവരെ എക്സ്പോസ് ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ, നമ്മുടെ പത്രങ്ങളിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർക്കിത് പൂർണ്ണമായിട്ടും ഇനി നിരാകരിക്കാൻ കഴിയുക? പിന്നെ വളരെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പേര് പറയാം, മലയാള മനോരമ അവരുടെ 1-ാം പേജിൽ ഇന്ത്യയുടെ ഇക്കോണമി 4-ാം ഇക്കോണമി എന്ന് പറഞ്ഞ് പത്രം ആരോ നീതി ആയോഗ് മീറ്റിംഗ് കഴിഞ്ഞ് പറഞ്ഞതിന് അതുപോലെ തിരിച്ച് ഛർദ്ദിച്ച് വെച്ചിരിക്കുകയാണ്. പത്രത്തിനൊരു കടമയല്ലേ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫ്രണ്ട് പേജിൽ കൊടുക്കുന്ന വാർത്തയാണ്, ഇതെന്താണ് സത്യമാണോ അല്ലെങ്കിൽ ഇതെന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ഇതൊന്നും ഇല്ലാതെ മനോരമ പോലൊരു പത്രം ഫ്രണ്ട് പേജിൽ ഈ വാർത്ത കൊടുക്കുമ്പോൾ അത് പലരും അത് വിശ്വസിക്കും. അപ്പോൾ ഇതിനെ ജേർണലിസ്റ്റ് നല്ല വിളിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നിരാശപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. TV ചാനലുകൾ ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് എനിക്കറിയില്ല. അവർ കൂടുതലും വൈകാരികമായ കാര്യങ്ങൾ ആണ് എടുക്കുന്നത്. അപ്പോൾ ടെലിവിഷനിൽ അവർ കുറച്ചും കൂടെ ഒരു ലൈസൻസ് നമ്മൾ കൊടുക്കണം. ഒന്ന്, അവർ പലപ്പോഴും ആ ഫ്ലോറിൽ നിന്ന് അപ്പം തോന്നുന്ന പറയുന്നതാണ്. അപ്പം ഇവരൊന്നും ഇവന്നല്ല നമുക്ക് പോലും നമ്മളൊരു ഫ്ലോർ എന്ന് ലൈവായിട്ട് വേറൊരു കാര്യം നമ്മൾ പറഞ്ഞോളൂ. നമ്മുടെ സൊസൈറ്റി ഇന്ത്യൻ പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ഒപ്പേക്കായിട്ടുള്ള മറ്റ് രാജ്യങ്ങളെ വെസ്റ്റേൺ ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ഒപ്പേക്കാണ്. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ തന്നെ എത്ര ദിവസം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. അപ്പം പലപ്പോഴും ഹാഫ് ബേക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചാണ് ഇവർ ഈ ലൈവ് ഫ്ലോറിങ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ചലഞ്ചാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ പലപ്പോഴും അവരുടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നമ്മൾ പ്രിൻ്റ് മാധ്യമങ്ങൾ ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. 2, എന്തും വരട്ടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്നുള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ ഫോമുല അവർക്ക് അതൊരു ഒരിക്കലും അവരുടെ ഒരു ഇൻകം മോഡൽ രീതിയിൽ സക്സസ്ഫുൾ ആയിരിക്കണം. കാര്യം ആളുകൾ വെച്ചിട്ട് പോകും, നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് സംസാരിക്കണം അവർക്ക്. അപ്പോൾ ഞാനിതിന് ടെലിവിഷൻ ചാനലിനല്ല കുറ്റം, നമ്മുടെ ഞാൻ നീണ്ടു ബന്ധം ക്യൂരിയോസിറ്റി ഇല്ലാത്ത ഒരു ജനക്കൂട്ടം, അല്ലെങ്കിൽ അരാഷ്ട്രീയമായ ഒരു ജനക്കൂട്ടം. അരാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അരാഷ്ട്രീയമായ ഒരു ജനക്കൂട്ടമാണെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. പക്ഷേ തൃശ്ശൂർത്തെ ഇലക്ഷൻ റിസൾട്ട് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ഇപ്പോൾ വാക്ക് കേൾക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പോലും മടിയാണ് അങ്ങനെ വിളിക്കാൻ തൃശ്ശൂരിനെ. നമ്മൾ എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക? അത് വേണ്ട രീതിയിൽ പഠനം നടന്നിട്ടുണ്ടോ? നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക. ഇടതുപക്ഷത്തിനെ പോലും അവരുടെ റെസ്പോൺസ് നിരാശാജനകമായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ റെസ്പോൺസ് എനിക്കൊണ്ട് പൂരം നേരെ നടത്തിയാൽ ജയിക്കുന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. എത്ര കൂടുതൽ ആനയുടെ അടുത്ത് കൂടുതൽ നിൽക്കാമോ, വെടിക്കെട്ടിന് അടുത്ത് മനുഷ്യൻ പോയി നിൽക്കേണ്ട, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അങ്ങനെ റെസ്പോൺസ് വരുമ്പോൾ ഞാൻ ഈ ടെലിവിഷൻ ചാനൽ ഞാൻ കാണാത്തത് എനിക്കതിനകത്തൊന്നും എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് കടത്താറ്. എനിക്ക് അവരുടെ പരിഭവമൊന്നുമില്ല. അവരെ കുറ്റം പറയുന്നതൊക്കെ ഇത് കാണുന്നതുകൊണ്ടല്ലേ കാണിക്കുക. ഞാൻ ആളുകളെ കാണുന്നവരെ തന്നെയാണ് കുറ്റം പറയുന്നത്. നമ്മളിങ്ങനെ വളരെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് വളരെ ദീർഘവീക്ഷണം എന്നുള്ള ആളല്ല, വളരെ ഷോർട്ട് ടേമിൽ ഞാൻ പറയുന്നത്, ഏറ്റവും അത്യാവശ്യമായിട്ട് ജേർണലിസം വരുന്നവരെല്ലാം ഞാൻ 2 വർഷം മുമ്പ് ഞാൻ ഒരിക്കലും പറയില്ല, ഇപ്പം പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഹിന്ദി പഠിക്കുക എന്നുള്ളതാണ്. ഈ ഹിന്ദി യൂട്യൂബേഴ്സിനെ കാണണം. അപ്പം നമുക്ക് മനസ്സിലാകും അവർ ചെയ്യുന്ന ജേർണലിസം. അതും അവർ ഈ ഗ്രൗണ്ട് സീറോ എന്ന് പറയും, ഏറ്റവും കൂടുതൽ ബുൾഡോസർ ന്യായം നടത്തുന്ന, ആളുകളെ പിടിച്ച് തല്ലുകയും അങ്ങനെ പോലീസുള്ള അങ്ങനെ വളരെ നികൃഷ്ടമായ രീതിയിൽ അടിച്ചമർത്താൻ കൽപ്പുള്ള ഇടയിൽ നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരായ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ജേർണലിസം അത് കാണണമെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഗൂഗിളിലൊക്കെ ഓരോ ടൂൾസ് ഉണ്ട്. ഞാൻ വളരെ സിമ്പിൾ ബേസിക് പ്രാക്ടിക്കൽ കാര്യമല്ല, വലിയ നമുക്ക് മറ്റേ പുസ്തകം വായിക്കണതൊക്കെ വായിക്കുന്നതും പറയാം. പക്ഷേ അതല്ല ഇപ്പോൾ ആരും ചെയ്യേണ്ടത് അത് തന്നെയാണ്. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയത്തില്ല എന്ത് പാഠം പഠിക്കുക, അവർ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് പഠിക്കേണ്ടത്. ഇപ്പോൾ പല
മാധ്യമ പ്രവർത്തകരും ഒരുപാട് കമൻറ്റേറ്റേഴ്സും ഒക്കെ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ ചെയ്യുന്ന വ്യാജ വാർത്ത മാറ്റി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഇവരെല്ലാം എത്രത്തോളം കൂടുന്നു അത്രത്തോളം നല്ലതെന്നാണ്. കാര്യം അത്രത്തോളം മാധ്യമപ്രവർത്തകർ ഏത് രീതിയിലാണ്, ഇപ്പം ഒരു ടൈംസ് ഓഫ് ഇന്ത്യക്കോ ടെലിഗ്രാഫിനോ മലയാള മനോരമയോ അവർക്ക് ഞങ്ങളാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നെങ്കിൽ അതേപോലെ മാധ്യമപ്രവർത്തകർ എന്ന് പറയാൻ അവകാശം ആർക്കുമുണ്ട്. ഇവർക്ക് ആരും പതിച്ചു കൊടുത്ത ഒരു സംഭവമല്ല, ആർക്കും അവകാശപ്പെടാം. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും തീർച്ചയായിട്ടും. അത് ലെഗസി മീഡിയയിലില്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ, ടെലിവിഷൻ ചാനൽ എന്തെല്ലാം ഏറ്റവും കൂടുതൽ വെറുപ്പ് പടർത്തുന്ന ടെലിവിഷൻ ചാനൽസാണ്. പക്ഷേ എത്രത്തോളം ആളുകൾ പ്രത്യേകിച്ച് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോം, അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോം അത് കൂടുന്തോറും ഇവരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.